മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തികച്ചും ഔപചാരികമായി കണ്ണൂർ ജില്ലയിലെ മനോഹരമായ സ്ഥലത്ത് മാടായിപ്പാറ എന്നുള്ള സ്ഥലത്താണ് ഞാനിപ്പോഴായിരിക്കുന്നത്. ധാരാളം ആളുകൾ വന്നു പോകുന്ന, പ്രത്യേകിച്ച് പച്ചപ്പുള്ള ഒരു പാറ പ്രദേശമാണിത്. ഈ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ കാണാനും കേൾക്കാനും ആസ്വദിക്കാൻ വരുന്ന പ്രകൃതി രമണീയമായ ഒരു കൊച്ചു സ്ഥലമാണിത്. ഇവിടെ ഇരുന്ന് ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഈ പ്രദേശത്തെ ചെറിയ പൂക്കളെക്കുറിച്ചാണ്, ചെറിയ ചെടികളെക്കുറിച്ചാണ്. ഒരു ചെറിയ കുളത്തിൻ്റെ കരയിലാണ്, വെള്ളക്കെട്ടിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് തന്നെ. മനസ്സ് പെട്ടെന്ന് ചിന്തിച്ചു പോയത് ചെറിയവയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ സോഷ്യോളജിയിൽ പഠിച്ച ഒരു കൊച്ചു വാചകം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ചെറുതാണ് സുന്ദരം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈശോയുടെ മനഃശാസ്ത്രത്തിൽ, യേശുവിൻ്റെ ചിന്താരീതികളിൽ യേശു എപ്പോഴും സൂക്ഷിച്ച ഒരു ദൈവിക മനോഭാവം അതായിരുന്നു. വലിപ്പങ്ങളുടെയും വൻപൻ പ്രസ്ഥാനങ്ങളുടെയും പുറകെ പോകാതെ ചെറിയവയിലേക്കും ദുർബലമായതിലേക്കും ബലഹീനമായതിലേക്കും കണ്ണുകൾ കടന്നു ചെല്ലുന്ന ഒരു ദൈവപുത്രനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഈശോ പറഞ്ഞ ഉപമകളും ഈശോ പറഞ്ഞ കഥകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. വലിയ കാര്യങ്ങളൊന്നുമല്ലായിരുന്നു ഈശോയുടെ ഫ്രെയിം വർക്കിൽ. ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഓർക്കും, വയലിലെ ലില്ലിപ്പൂവിനെ കുറിച്ച് ഈശോ പറഞ്ഞത്, അല്ലെങ്കിൽ നല്ല വിളഞ്ഞു കിടക്കുന്ന വയലിനെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും, ഉയരമുള്ള പനയെക്കുറിച്ച് പറഞ്ഞേക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ല ഏറ്റവും പൊക്കത്തിൽ വളരുന്ന ഒരു മരങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ നാവിൻ്റെ തുമ്പത്ത് എപ്പോഴും വന്നിരുന്നത് ചെറിയ ലില്ലിപ്പൂക്കളാണ്. അതായത് സാധാരണ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പാടത്തെ വരമ്പത്തെ ചെറിയ ചെടി, കഷ്ടി ഒരു 1.5 അടിക്കുള്ളിൽ പൊങ്ങാത്ത ചെറിയ ചെടി കർത്താവിൻ്റെ ചിന്താധാരയിൽ നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറിയവയോടുള്ള ഒരു വലിയ പ്രതിപത്തിയാണിത് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടുകളും
സംസാര രീതികളും വലിയ ഒട്ടകപക്ഷിയെക്കുറിച്ച് ബൈബിളിൽ എവിടെയും പറഞ്ഞത് ഞാൻ കേൾക്കുന്നില്ല. ഏറ്റവും അഴകുള്ള മയിലിനെക്കുറിച്ചും ഈശോയുടെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഉയർന്നു പൊങ്ങുന്ന കഴുകിനെക്കുറിച്ചും അധികം പരാമർശങ്ങളില്ല. പക്ഷെ ഓർത്ത് നോക്കി, ചെറിയ കുരുവികളെക്കുറിച്ചും കാക്കകളെക്കുറിച്ചുമൊക്കെ എത്രയോ പ്രാവശ്യമാണ് കർത്താവ് സംസാരിച്ചിട്ടുള്ളത്. കുരുവികളെ നോക്കുവിൻ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഒട്ടകപ്പക്ഷിയെ നോക്കാൻ പറഞ്ഞില്ല, മയിലിനെ നോക്കാൻ പറഞ്ഞില്ല. മാത്രമല്ല 2 കുരുവികളെക്കുറിച്ച് വരെ പറഞ്ഞു വെച്ചു. മത്തായി സുവിശേഷകന് സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ പറഞ്ഞു വെക്കും, ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ എന്ന് ചോദിക്കും. ഇതേ ഭാഗം തന്നെ ലൂക്കാസ് സുവിശേഷം കുറിച്ച് വെച്ചിരിക്കുന്നത് 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ല എന്നാണ്. അതായത് ഒരു നാണയത്തിന് 2 കുരുവിയെങ്കിൽ 2 നാണയത്തിന് 4 കുരുവികളാണ് കിട്ടേണ്ടത്. ഈ 4 എണ്ണം വാങ്ങിക്കുമ്പം 1 ഫ്രീ ആയി കിട്ടുന്ന പോലെ കിട്ടുന്ന ഒരു കുരുവി. അതായത് വലിയ വിലയില്ലാതെ കിട്ടുന്ന ആ കുരുവിയെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അതിലൊന്നുപോലും നിലത്ത് വീഴുന്നില്ല. അതായത് ഏറ്റവും നിസ്സാരമായതിലേക്ക് മനസ്സ് ഒഴുകിയെത്തുന്ന ഒരു ദൈവിക ഭാവത്തെ നമ്മളിവിടെ കാണണം. ആരും പരിഗണിക്കാനില്ലാത്തവരും ആരും ശ്രദ്ധിക്കാനില്ലാത്തവരും ആരും അടുത്തെത്താൻ വൈകുന്നവരുമായ ആളുകളുടെ അടുത്തേക്കൊക്കെ ദൈവഹൃദയത്തിൻ്റെ ചാലുകൾ പൊട്ടി ഒഴുകുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും നമ്മൾ കാണും ഒറ്റയ്ക്ക് നിൽക്കുന്ന മരത്തെക്കുറിച്ച്, അത്തിമരത്തെക്കുറിച്ച്. ആരും കൂട്ടില്ലാതെ നിന്ന് പോയൊരു ഒറ്റമരം, അതിനെ കർത്താവ് കണ്ടു. ആരും കൂട്ടില്ലാതെ എവിടെയോ ഓടിപ്പോയൊരു ആട്ടിൻകുഞ്ഞ്, അതിനെ കർത്താവ് കണ്ടു. ചിലപ്പോൾ സ്വന്തം തെറ്റുകൊണ്ടായിരിക്കാം, സ്വന്തം മണ്ടത്തരം കൊണ്ടായിരിക്കാം, ചിന്തകൾ പാളിപ്പോയിട്ടായിരിക്കാം. അത് വഴിതെറ്റിപ്പോയി ഏതോ മുള്ളിൻ്റെ ഇടയ്ക്ക് കടന്നപ്പോൾ ഈ ഒരാടിനെക്കുറിച്ച്, ഒരു കുഞ്ഞാടിനെക്കുറിച്ച് മനസ്സ് സൂക്ഷിച്ചു ചിന്തിച്ചു എന്ന് പറയുന്നതാണ് ദൈവികത. ഇന്ന് പലപ്പോഴും പല ആളുകളും വലിയ ആളുകളുടെയും വലിയ പ്രസ്ഥാനങ്ങളുടെയും വലിപ്പമുള്ളവരുടെയൊക്കെ പുറകെ നെട്ടോടോടുമ്പോൾ നിസ്സാരമായവരിലേക്കൊക്കെ മനസ്സെത്തണമെന്ന് ദൈവികത നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുർബലമായവർ, ശേഷി കുറഞ്ഞവർ, ഇവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാകാം. യേശുവിനെക്കുറിച്ചുള്ള ആ കാലഘട്ടത്തിലെ ആരോപണങ്ങളിൽ ഒന്ന് അവൻ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും കൂടെ ഭക്ഷണത്തിരിക്കുന്നുവെന്ന്. അതായത് സമൂഹം പുറന്തള്ളിയവർ, ആർക്കും വേണ്ടാത്തവർ, എല്ലാവരും വിമർശിക്കുന്നവരുടെ അടുത്തും എത്താൻ യേശുവിനൊരു മടിയുണ്ടായില്ല. ആ ആരോപണം തെറ്റാന്നോ ഈ ആരോപണത്തിൽ പരിധിയിൽ നിന്നൊന്നും യേശു പറഞ്ഞില്ല, അതങ്ങ് സ്വീകരിച്ചു. എൻ്റെ ശൈലി അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ദുർബലരായ ആളുകളുടെ അടുത്തേക്ക് എത്താനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് യേശു ചെല്ലുന്ന രംഗമുണ്ട്. ധനികനായിരുന്നിട്ടും ഒരാൾ പോലും പ്രത്യേക പരിഗണന കൊടുക്കാതെ മാറ്റി നിർത്തിയവനാ സക്കേവൂസ്. അവന് പണമുണ്ട്, എല്ലാ സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷെ അവൻ യേശുവിനെ കാണാൻ ചെന്നപ്പോൾ ഒരാളും അവനെ പരിഗണിച്ചില്ല. ഞാൻ പലപ്പോഴും ഭാവനയെ കാണും, സക്കേവൂസിന് പൊക്കം കുറവാ, യേശുവിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ സക്കേവൂസ് മുമ്പിൽ നിന്ന് ആളോട് പറഞ്ഞു, ഒന്ന് മാറിത്താ, ഞാനിന്ന് കയറി കാണട്ടെ. പൊക്കം കുറഞ്ഞവൻ ഇടയ്ക്കോടൊക്കെ കയറി മുമ്പിൽ ചെല്ലാമായിരുന്നു. പക്ഷെ ആരും വഴി കൊടുത്തില്ല, എല്ലാവരും മതിൽ കെട്ടിയോടി നിന്നു. അപ്പോൾ സക്കേവൂസ് ഗതികേട് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ഇരിക്കുക, എനിക്കൊന്ന് കാണാനാ. ഒരാളും ഇരുന്നില്ല. മാത്രമല്ല സക്കേവൂസിന് ദേഷ്യം കൊണ്ട് പൊക്കം കുറഞ്ഞവൻ വരെ ഉപ്പുറ്റയിൽ നിന്ന് പൊങ്ങി നിൽക്കുകയുള്ളൂ ചെയ്തു. ഒരു മതിൽ പോലെ അങ്ങ് വിടർന്നു നിന്നും. ഒരു വിധത്തിലും കാണാൻ പറ്റുന്നില്ല. കാണണമെന്ന് മോഹമുണ്ട്. അങ്ങനെ ഒരാളും പരിഗണിക്കാതെയും ഒരാളും ഒരു പിന്തുണ കൊടുക്കാതിരുന്നപ്പോൾ സക്കേവൂസ് ചിന്തിച്ചു, എങ്ങനെയും കാണണം. അതുകൊണ്ടാണ് തൊട്ടടുത്ത മരത്തേ കയറിയതും. മരത്തേ കയറാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതല്ല, കയറണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല, ഗതികേടിൻ്റെ പുറത്ത് കയറിപ്പോയതാ. ഇങ്ങനെ ഗതികേടിൻ്റെ പുറത്ത് കയറി ഒരാളും കൂട്ടില്ലാത്തവനും ഇവനാണ് വീട്ടിലേക്ക് പോയപ്പോൾ യേശു വീട്ടിലേക്ക് ചെന്നത്. അതായത് ആളുകൾ ആരും കൂട്ടില്ലാത്തവൻ്റെ കൂടെ കൂട്ടുകൂടാൻ ഒരു തമ്പുരാനുണ്ട്. ഒരാളും മിണ്ടാത്തവരുടെ മിണ്ടാൻ ഒരു തമ്പുരാനുണ്ട്. ഒരാളും വിരുന്നിനെത്താത്തവരുടെ വീട്ടിൽ
വിരുന്നിന് വരാൻ ഒരു വിരുന്നുകാരനുണ്ട്. അതിനേക്കാൾ ഉപരിയായി ചിന്തിക്കേണ്ടത്, യേശു ചെന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. വചനം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അവന് ശിഷ്യന്മാരെയും കൂട്ടി സക്കേവൂസിന്റെ വീട്ടിലേക്ക് പോയെന്നും. തനിച്ച് പോയാൽ മതിയായിരുന്നു. അല്ലെ ഗെത്സമേൻ തോട്ടത്തിൽ പോലെ പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. മറിച്ച് എല്ലാവരെയും കൊണ്ടുപോയി. അതിനർത്ഥം എന്താ? നീ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളാണ്. നിന്നെ ആർക്കും വേണ്ടെങ്കിലും, നിനക്ക് ഒരുപാട് കുറവുണ്ടെങ്കിലും, എല്ലാവരും നിന്നെ പുറന്തള്ളി നിർത്തിയാലും എൻ്റെ മനസ്സിൽ നിനക്ക് ഇടമുണ്ടെന്ന് കാണിക്കാനും നീ പ്രധാനപ്പെട്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സക്കേവൂസിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പോയത്. ഒരു കൂട്ടായ്മയുടെ സൗഹൃദത്തിലേക്ക് സക്കേവൂസിനെ വിളിച്ചു ചേർക്കുക ദൈവം. നീ ചെറിയൊരു കണ്ണിയാണെങ്കിലും നീ വിലപ്പെട്ട കണ്ണിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിലൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ദൈവീക മനോഭാവം അതാ. ഇന്ന് ഈ കാലഘട്ടത്തിലും പലപ്പോഴും ഈ ഒരു ലാളിത്യവും ഈ ഒരു മനസ്സിൻ്റെ താഴ്ന്ന ചിന്താരീതികളും കൊണ്ടുനടക്കേണ്ടതാണ് നമ്മളൊക്കെ. ഇന്ന് സർക്കാരായാലും സമൂഹങ്ങളായാലും വമ്പൻ പ്രോജക്റ്റുകളുടെ പുറകിലാണ് പോകുന്നത്. വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ പുറകിലാണ് പോകുന്നത്. ചെറിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ചെറിയ കാര്യങ്ങളെക്കുറിച്ച്, ലാഭത്തിന് നടത്തിയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഇതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ കാരണം, പ്രിയപ്പെട്ടവരെ, വൈദ്യുതി എന്ന സാധനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ചെറിയവയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചെറിയ ജലവൈദ്യുത പദ്ധതികളുണ്ട്. ചൈനീസ് മോഡൽ എന്ന് പറഞ്ഞ ചെറിയ പദ്ധതികളുണ്ട്. ഒരു സ്ഥലത്തും കുടിയൊഴിപ്പിക്കാതെയും ഒരു വീടും നശിപ്പിക്കാതെയും ഒരു വനവും നശിപ്പിക്കാതെയും ഗ്രാമത്തിലെ തോടുകളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന വമ്പൻ പദ്ധതികളെ പറയുക മാക്രോ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് എന്നാണ്. വമ്പൻ പ്രോജക്റ്റുകൾ. അതേ സമയത്ത് മൈക്രോ ചെറിയ പ്രോജക്റ്റുകളുണ്ട്. ഇതിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി കൊണ്ട് കേരളത്തെ വൈദ്യുതിവൽക്കരിക്കാൻ സാധിക്കും. ഒരു വീട്ടിലുണ്ടാക്കാനുള്ള വൈദ്യുതി, ഒരു ഗ്രാമത്തിലുണ്ടാക്കാനുള്ള വൈദ്യുതി, ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്ന പദ്ധതികൾ അതൊക്കെ. ഞാൻ ഓർക്കും 15 വർഷങ്ങൾക്ക് മുമ്പ് ആലക്കോടിനടുത്ത് പാത്തമ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ ആളുകൾക്കുള്ള വൈദ്യുതി അവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രസിദ്ധമായ പാത്തമ്പാറ ജലവൈദ്യുതി പദ്ധതിയാണ്. ആ ഗ്രാമത്തിലെ തോട്ടിലെ വെള്ളം ചാലുകീറി ഒഴുക്കി വിട്ട് ഒരു റിസർവയറെ കൊണ്ടുവന്ന് ചാടിച്ച് അത് വെള്ളം താഴേക്ക് പതിപ്പിച്ച് അവിടെ വൈദ്യുതി ഉണ്ടാക്കി. ഒരു ഗ്രാമത്തിലെ 100 വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്ത കാര്യം ഞാൻ ഓർക്കുന്നു. അതായത് വമ്പൻ പ്രസ്ഥാനങ്ങളില്ലാതെയും ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളും ഇതുതന്നെ വേണം. എല്ലാവരും വലിപ്പത്തിന് പുറകെ പോവുക. നമ്മുടെ ആത്മീയ മേഖലയിൽ ഓർത്തു നോക്കാം, വലിയ പള്ളികൾ പണിയുന്നതിൻ്റെ വ്യഗ്രതയാണ് പലരും. വലിയ കൊടിമരങ്ങളും വലിയ നിലവിളക്കുകളും വലുതാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത്. നക്ഷത്രമായാലും വലുതുണ്ടാക്കണം, സാന്താക്ലോസ് ആയാലും വലുതുണ്ടാക്കണം, കേക്കായാലും വലുതുണ്ടാക്കണം. എല്ലാവരും വലുതിൻ്റെ പുറകെയാണ്. എങ്കിൽ തൊട്ടപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുണ്ടാക്കുന്ന ചെറുതിൻ്റെ സൗന്ദര്യവും നന്മയും നമ്മൾ തിരിച്ചറിയണ്ടേ? ലാളിത്യത്തിന് എന്നും ഒരു സൗന്ദര്യമുണ്ട്, ചെറുതാകുന്നതിന് എന്നും ഒരു ഭംഗിയുണ്ട്, അതിനൊരു നന്മയുണ്ട്. വമ്പൻ്റെ പുറകെ പോകാനുള്ള പ്രലോഭനം. ചിലപ്പോൾ പള്ളികളിൽ പോലും സക്രാരി പോലും ഏറ്റവും വലുത് മേടിച്ച് നോക്കണമെന്ന് ചിന്തിക്കുന്നത്. ഒരു പുൽക്കൂട്ടി പറഞ്ഞ ഈശോയ്ക്ക് വസിക്കാൻ ഒരു കുഞ്ഞ് സക്രാരി ആയാലും മതി. ഇത്തിരി ഭംഗിയായി വെക്കാൻ പറ്റും. അതിന് 1 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിന് സക്രാരി വേണമെന്നൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്? അതുപോലെ എല്ലാ കാര്യങ്ങളിലും അറിയാണ്ട് മനസ്സുകൾ വലിപ്പമുള്ളതിലേക്ക് പോവാം. ഞാൻ ഒരു ഇടവകയിൽ ജീവിച്ച കാലഘട്ടങ്ങൾ ഓർക്കുന്നു. അന്ന് പള്ളിയിൽ പൂ വെക്കാൻ പോകുമ്പോൾ എല്ലാവരും ബാംഗ്ലൂർ പൂവും ആ പൂവും ഈ പൂവിനെ കുറിച്ച് സ്വപ്നം കാണുന്നത്. ഇന്നും അങ്ങനെയാണ്. ഏത് ചടങ്ങ് വന്നാലും ബാംഗ്ലൂരിൽ നിന്ന് പൂവെടുത്താണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മുറ്റത്തും പറമ്പിലും തൊടിയിലും നിൽക്കുന്ന കൊച്ചു പൂക്കൾക്കും അൾത്താരെ കയറാൻ ഒരു മോഹം കാണില്ലേ? ഈ ബാംഗ്ലൂരെ വല്ലവനും നട്ട് ഈ റോസപ്പൂവിനും ആന്തൂര്യത്തിനും മാത്രമേ പള്ളി പോകാൻ യോഗമുള്ളൂ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കോളാമ്പിച്ചെടിക്കും ആദോവ ചെടിക്കും ഈ ചെറിയ ചെടിക്കും ഒക്കെ പൂവെന്ന് പള്ളിക്കാരണ്ടേ? എല്ലാവരും വലിപ്പത്തിൻ്റെ പുറകെ പോവുക. ചെറുതിനും സൗന്ദര്യമുണ്ട്, ചെറുതിനും ഭംഗിയുണ്ട് എന്ന് തിരിച്ചറിയണം. ഞാൻ ഓർക്കും ഒരിക്കൽ എൻ്റെ ഒരു പഴയ പാട്ട്, നെഞ്ചിൽ വസന്തം ചാർത്തിയൊരുങ്ങും മഞ്ഞപ്പൂവിൻ്റെ മർമ്മരവും ഉഷകാല വെണ്മയായി വിരിയുന്ന മുല്ലതൻ വിശുദ്ധിയും ചേർത്തിയാൻ കാഴ്ചവെപ്പു എന്നൊരു പാട്ടുണ്ട് എനിക്ക്.
നെഞ്ചിൽ വസന്തം ചാർത്തിയൊരുങ്ങും മഞ്ഞപ്പൂവിൻ്റെ മർമ്മരവും. മഞ്ഞപ്പൂവിന് എന്താ മർമ്മരം? മർമ്മരം എന്ന് പറഞ്ഞാൽ ചെറിയ പിറുപിറുപ്പെന്ന അർത്ഥം. അപ്പോഴാണ് ഞാൻ ഓർത്തത് അന്ന് ആ പാട്ട് എഴുതിയ പശ്ചാത്തലം. ഒരു ദിവസം ഞാൻ എടവകപ്പള്ളിയിൽ നിന്ന് ചൊവ്വാഴ്ച ദിവസം കോൺവെൻറ്റിലേക്ക് കുർബാനയ്ക്ക് പോവാം. ഇത്തിരി ദൂരെയുള്ള കോൺവെൻറ്റിലേക്ക് നടന്നു പോകുമ്പോൾ ദൂരെ എനിക്ക് കാണാം കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ മുറ്റത്ത് വന്ന് അൾത്താരെ വെക്കാനുള്ള പൂ പറിക്കുന്നതും. സിസ്റ്റർ അതിലേ നടന്ന് അവർ നട്ടു വളർത്തിയ ചെടിയിൽ നിന്നും സീനിയാപ്പൂ ഒരെണ്ണം മുറിച്ചെടുത്തു, തൊട്ടിപ്പുറത്ത് റോസപ്പൂ ഒരെണ്ണം പറിച്ചെടുത്തു, അപ്പുറത്തോട്ട് ആര്യാപ്പൂ പറിച്ചെടുത്തു, വിരിഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യകാന്തിപ്പൂ പറിച്ചെടുത്തു. ഇങ്ങനെയൊക്കെ പറിച്ചെടുത്ത് നടക്കുമ്പോൾ ഞാനിങ്ങനെ കാണുക സിസ്റ്റർ ചവിട്ടി നിൽക്കുന്നത് ഈ മുറ്റത്തും തൊടിയിലും വളരുന്ന സാധാരണ കുറേ പൂക്കളുടെ മുകളിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ പൂക്കൾ ഒരു മഞ്ഞ നിറത്തിൽ കമ്മൽപ്പൂ എന്നൊക്കെ പറയുന്ന കുഞ്ഞു പൂ വിരിഞ്ഞ് നിൽക്കുക. സിസ്റ്റർ നിൽക്കുമ്പം സിസ്റ്ററിൻ്റെ ഉടുപ്പിൻ്റെ തുമ്പെ പിടിച്ചുകൊണ്ട് ആ ചെടിയും ആ പൂവും പറയാം, സിസ്റ്ററെ ഞങ്ങളെ ഇങ്ങോട്ടൊന്ന് പള്ളിയിൽ കൊണ്ടുപോകും, സിസ്റ്റർ എന്നും ഈ റോസപ്പ് പറിച്ചുകൊണ്ട് പോകാതെ, സിസ്റ്റർ എന്നും ഈ വലിയ നിൽക്കുന്ന സീനിയാപ്പൂ പറിച്ചുകൊണ്ട് പോകാതെ എന്നെയും കൂടെ പള്ളിയിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞ് സിസ്റ്ററിൻ്റെ ഉടുപ്പിൻ്റെ തുമ്പത്ത് ഈ ചെറിയ ചെടിയൊക്കെ പൊങ്ങി തല നീട്ടി പിടിച്ച് വലിക്കുന്ന രംഗം എനിക്ക് ഭാവനയെ കാണുക. മഞ്ഞപ്പൂവിൻ്റെ മർമ്മരം അതാ. ഞങ്ങൾക്കും വേണം ഒരു ഇടം, ഞങ്ങൾക്കും വേണം ഒരു സ്ഥലം, ഞങ്ങൾക്കും വേണം ഒരു വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഒരുപാട് മഞ്ഞപ്പൂക്കളുണ്ട്. കുറവുള്ളവർ, ബലഹീനതയുള്ളവർ, പോരായ്മയുള്ളവർ, പാപത്തിൽ വീണുപോയവർ, സാമ്പത്തിക വിഷമിക്കുന്നവർ ഒക്കെ ഇവർക്കും ഇടം കൊടുക്കാൻ മനസ്സ് വലിപ്പത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ചെറുതിലേക്ക് നോക്കുന്ന കണ്ണാണ് വിശുദ്ധമായ കണ്ണ്. വലിപ്പത്തിലേക്ക് മാത്രം നോക്കുന്ന കണ്ണല്ല. യേശുവിൻ്റെ കണ്ണ് പാപത്തിൽ വീണുപോയവരിലേക്ക് നോക്കി, കുഴി വീണുപോയവരിലേക്ക് നോക്കി, തെറ്റുപറ്റിയവരിലേക്ക് നോക്കി, ആരും പരിഗണിക്കാത്തവരിലേക്ക് നോക്കി, എല്ലാവരുടെ അടുത്തേക്കും എത്തി. 38 വർഷമായി ബെത്സേദ കുളക്കരയിൽ ഒരാൾ പോലും നോക്കാല്ലാതെ കിടന്ന ഒരുവനുണ്ട്.
ആ കുളത്തിൻ്റെ കരയിൽ അവൻ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. മാസത്തിലൊരു മാലാഖ ഇറങ്ങിയ കുളവിളക്കും. ആ കുളവിളകുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് സുഖം പ്രാപിക്കും. മാസത്തിലൊരു രോഗശാന്തി ഗ്യാരണ്ടിയുള്ള കുളവാ. 38 വർഷം കിടന്നു എന്ന് പറഞ്ഞാൽ 456 പ്രാവശ്യം കുളവിളകി. എന്തേ ഇവന് കിട്ടാതെ പോയ സൗഖ്യം? ഒരാളെങ്കിലും ഇവന് വേണ്ടി 1 മാസം കുളത്തിലേക്ക് നോക്കി നിന്നാൽ മതിയായിരുന്നു കുളവിളകുന്നുണ്ടോന്ന്. ഒരാൾ, എൻ്റെ ഭാര്യ കാണും, മക്കൾ കാണും, അപ്പം കാണും, ആരെങ്കിലും കാണും. ഒരാൾ പോലും ഒരു ദിവസം പോലും മെനക്കെടാൻ തയ്യാറാകുന്നവൻ്റെ അടുത്ത യേശു വന്നെന്ന് ചോദിച്ചത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹം. അതായത് അവനിലേക്ക് എത്തുന്നൊരു ഹൃദയത്തിൻ്റെ കാരുണ്യമുണ്ട്, അവനിലേക്ക് എത്തുന്ന മനസ്സിൻ്റെ നന്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ സാധാരണക്കാരിലേക്കും ദരിദ്രരായവരേക്കും ബലഹീനരിലേക്കും നമ്മൾ എത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ഗ്രാമത്തിലൊക്കെ ജീവിക്കുമ്പോൾ തീരെ ഇല്ലാത്ത കർഷകരും തീരെ ബലഹീനരായ തൊഴിലാളികളൊക്കെ വളരെ ഇഷ്ടത്തോടെ ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. പണമുള്ളവരോട് എനിക്ക് സ്നേഹമാണ്, വലിയ വീടുള്ളവരോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് ഇല്ലാത്തവൻ്റെ കൂരപ്പുരയും അവൻ്റെ തിണ്ണയും ചാണകം മെഴുകി തറയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ ചെറ്റപ്പുരയും അവൻ്റെ സാധാരണ അടുപ്പും പ്രധാനപ്പെട്ടതാണ്. ഇൻഡക്ഷൻ കുക്കറെ വെച്ചുണ്ടാക്കി തന്ന കാപ്പിയേക്കാൾ എനിക്കിഷ്ടം സാധാരണ ഗ്രാമത്തിലെ സ്ത്രീ അടുപ്പിൽ ഊതി കത്തിച്ച് ഉണ്ടാക്കി തന്ന കട്ടൻ കാപ്പിയാണ്. അതൊരു മനസ്സിൻ്റെ നന്മയായി നമ്മൾ ഇനിയും കൊണ്ടുനടക്കണം. പ്രിയപ്പെട്ടവരെ, ചെറുത് സുന്ദരമാണ്, ചെറുത് മനോഹരമാണ്. ചെറുതായി പോയവരൊന്നും അതിൽ തന്നെ കുറ്റക്കാരുമല്ല. ഇന്ന് സമൂഹത്തിൽ കണ്ണ് കാണാൻ വയ്യാത്തവരായിരിക്കാം, കാത് കേൾക്കാൻ വയ്യാത്തവരായിരിക്കാം, സംസാരിക്കാൻ തടസ്സമുള്ളവരായിരിക്കാം, മാനസിക വൈകല്യമുള്ളവരായിരിക്കാം, ഏതെങ്കിലും അംഗവൈകല്യമുള്ളവരായിരിക്കാം, മാനസിക രോഗമുള്ളവരായിരിക്കാം. ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന സഹതാപം ദൈവികമായ മനസ്സാണ്. അതേപോലെ തന്നെ ചെറിയ പുരകളിൽ താമസിക്കുന്നവരും ചെറിയ വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അവരും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നല്ല ഒന്നാന്തരം കോടികളുടെ കാറ് പോലെ പ്രധാനപ്പെട്ടതാ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ. അവനും ഓടാനുള്ള അവകാശമുണ്ട് റോട്ടിൽ. വലിയ വലിയ ലക്ഷങ്ങൾ വിലയ്ക്കുന്ന മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ ഓർക്കണം, വെറും 5000 രൂപയുടെ സൈക്കിളും ചവിട്ടിപ്പോകാൻ കൊച്ചിന് അവകാശമുണ്ട്. അതായത് ചെറുത് സുന്ദരമാണെന്നും ചെറുത് ശ്രേഷ്ഠമാണെന്നും ഒരു തിരിച്ചറിവിലേക്ക് എത്തണം. ഞാൻ ഈ പ്രദേശത്തിരിക്കുമ്പോൾ ചെറിയ പൂക്കളുടെയും ചെറിയ ചെടികളുടെയൊക്കെ നടുക്ക് നിൽക്കുമ്പോൾ, സൗന്ദര്യമില്ലാത്ത ചെത്തിയൊരുക്കാത്ത ഈ പാറപ്പുറത്തിരിക്കുമ്പോൾ, കുളം കെട്ടി മനോഹരമാക്കാത്ത ജലാശയത്തിൽ അടുത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചിന്തയതാ, മനസ്സിൽ ചെറുതിനോടൊരു ഇഷ്ടം സൂക്ഷിക്കണം, ചെറുതിനോടൊരു ബന്ധം സൂക്ഷിക്കണം. ചെറുതൊക്കെ വിലപ്പെട്ടാന്ന് കണക്കാക്കണം. അവരെയൊക്കെ തള്ളിക്കളഞ്ഞു പോകരുത്. അതായത് ആത്മീയതയിലും മാനുഷിക ഭാവങ്ങളിലും എല്ലാ മേഖലകളിലും വീണുപോയവരും ദുർബലമായവരും ഒക്കെ നമ്മുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ഏറ്റവും മൂർത്തിമ ഭാവം ചെറുതിലേക്ക് ഒഴുകിയെത്തുന്ന നന്മയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും ചെറുതും ദുർബലവും ബലഹീനവുമായിരിക്കുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു ദൈവികത മുളച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.